ഇങ്ങനെയൊക്കെ കണ്ടാൽ അതിപ്പോൾ ബീഹാറിലും ഹരിയാനയിലും മാത്രമല്ല കേരളത്തിലാണേലും തല്ലു മേടിക്കും, തല്ലിയിരിക്കും. काका एक मिनट कोला काका हे वर करा वर നമസ്കാരം. നമ്മളിപ്പോൾ കണ്ട വീഡിയോ ഉണ്ടല്ലോ, അത് സിനിമയിലെ ഭാഗങ്ങളൊന്നുമല്ല, നേരെ മറിച്ച് ഉത്തർപ്രദേശിലെ കന്നുകാലിയെ കള്ളക്കടത്ത് നടത്തുന്ന ഒരു സീനാണ്. ഇങ്ങനെയുള്ളവരെ പിടിച്ചാൽ എന്തായിരിക്കും നാട്ടുകാർ ചെയ്യുന്നത്? പോട്ടെ, നമ്മുടെ കേരളത്തിലാണെങ്കിൽ എങ്ങനെയായിരിക്കും ആൾക്കാർ പ്രതികരിക്കുക? ഈ തൊട്ടടുത്ത സമയം നമ്മുടെ മലപ്പുറത്തുനിന്ന് ഇതേപോലെ തന്നെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവിനെയും പശു മോഷണത്തിന് പിടിക്കപ്പെട്ടായിരുന്നു. അത് പക്ഷേ ഒരേ പശുവിനെ മാത്രം ഓട്ടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ആൾക്കാർ നേരെ മറിച്ച് പശുക്കളെ ഇതേപോലെ കയ്യും കാലും കെട്ടി ഡിക്കിക്കകത്തും സീറ്റിന്റെ അടിയിലും ഒക്കെ കെട്ടി വരിഞ്ഞുകൊണ്ട് പോകുന്നവരെ കണ്ടു കഴിഞ്ഞാൽ, അത്രയും മണിക്കൂറോളം ചേസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നാട്ടുകാർ ചെയ്യുക? അതേ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ കണ്ടാൽ അതിപ്പോൾ ബീഹാറിലും ഹരിയാനയിലും മാത്രമല്ല കേരളത്തിലാണേലും തല്ലു മേടിക്കും, തല്ലിയിരിക്കും. അത് സ്വാഭാവികമാണ്. അത് ഒരു മനുഷ്യ സഹജമായി തോന്നുന്ന ഒരു ഫീലാണ്. ഇത്രമാത്രം തെണ്ടിത്തരം കാണിക്കുന്നവൻ രണ്ടടിക്കണമെന്ന് അത്രയും അവിടെ സംഭവിക്കുക. നിങ്ങൾക്ക് ബീഫ് വിൽക്കുന്നതിനോ കഴിക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതേപോലുള്ള പിറക്കായ്മ കാണിക്കരുത്. ഇങ്ങനെ കാണിക്കുമ്പോഴാണ് അവിടെയുള്ള ചെറുപ്പക്കാർ ചിലപ്പോൾ കൈവെക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ആ വാർത്തയൊക്കെ നമ്മുടെ കേരളത്തിലെത്തുമ്പോൾ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ്. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.